3 അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാന്റെ ഇന്ധന ടാങ്കറുകളെ ആക്രമിച്ച് തിരിച്ച് അമേരിക്കയും. എന്തായാലും ഈ വെടിനിർത്തലിനെ സംഘർഷം ബാധിക്കില്ല എന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പശ്ചിമേഷ്യ യുദ്ധ കലുഷിതമായി തന്നെ മുന്നോട്ടു പോകുന്ന ഒരവസ്ഥയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. അതേസമയം ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ ഗൾഫ് മേഖലയിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ഗൾഫ് മേഖലയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ആക്രമണം. വ്യാഴാഴ്ച രാത്രി ഹോർമോസ് കടലിടുക്കിൽ ആരംഭിച്ച സംഘർഷം വെള്ളിയാഴ്ച പുലർച്ചെയോടെ യുഎഇക്ക് നേരെയുള്ള മിസൈൽ ആക്രമണത്തിലേക്ക് വ്യാപിച്ചു എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത്. ഏപ്രിൽ 8-ന് നിലവിൽ വന്ന സമാധാന കരാറിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക നീക്കമാണിത്. വ്യാഴാഴ്ച രാത്രി ഇറാനിൽ നിന്ന് യുഎഇ ലക്ഷ്യമാക്കി മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായി യുഎഇ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഭീഷണികളെ വിജയകരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. മേഖലയിലെ തന്ത്രപ്രധാനമായ ഫുജൈറ തുറമുഖത്തിന് സമീപമുള്ള കപ്പലുകളെയും ഇറാൻ ലക്ഷ്യം വെച്ചു എന്നാണ് വിവരം. അതേസമയം ലോകത്തെ പ്രധാന എണ്ണക്കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്കിൽ വച്ച് 3 US യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായാണ് പറയുന്നത്. ഇതാണ് സംഘർഷത്തിന്റെ തുടക്കം. മിസൈലുകളും ഡ്രോണുകളും അതിവേഗ ബോട്ടുകളും ഉപയോഗിച്ചാണ് ഇറാൻ അമേരിക്കൻ കപ്പലുകളെ നേരിട്ടത്. ഇതിന് മറുപടിയായി ഇറാനിലെ കുഷ്തം ദ്വീപ്, ബന്ദർ അബ്ബാസ്, സിറിക്, ബന്ദർ ഖമീർ എന്നിവിടങ്ങളിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ വ്യോമസേന മിന്നലാക്രമണം നടത്തി. അമേരിക്കൻ നാവികസേനയെ ആക്രമിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന സൈനിക താവളങ്ങളെയാണ് തങ്ങൾ തകർത്തതെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുകയും ചെയ്തു. ഇറാനിയൻ എണ്ണ ടാങ്കറുകൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതാണ് വെടിനിർത്തൽ ലംഘിക്കാൻ കാരണമായതെന്ന് ഇറാൻ ആരോപിച്ചു. US ആക്രമണത്തിൽ തങ്ങളുടെ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചാബഹാർ തുറമുഖത്തിന് തെക്ക് ഭാഗത്തുള്ള അമേരിക്കൻ കപ്പലുകൾക്ക് കാര്യമായ നാശനഷ്ടം വരുത്തിയതായും ഏതൊരു നീക്കത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ വക്താവ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ ടെഹ്റാന് മുകളിലും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച US-ഇസ്രായേൽ ഇറാൻ യുദ്ധം ആഗോള എണ്ണ വിപണിയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും തകിടം മറിച്ചിരുന്നു. ആഴ്ചകൾ നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം ഏപ്രിലിൽ ഉണ്ടാക്കിയ താൽക്കാലിക സമാധാനമാണിപ്പോൾ തകർന്നിരിക്കുന്നത്. നിലവിലെ ആക്രമണങ്ങളെ നിസ്സാരമെന്ന് വിശേഷിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നതായാണ് താൻ കരുതുന്നതെന്ന് പ്രതികരിച്ചു. ഇറാനുമായി ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്കിലും തന്ത്രപ്രധാനമായ കടലിടുക്കിലെ പുതിയ സംഘർഷം ഗൾഫ് മേഖലയെ വീണ്ടും യുദ്ധഭീതിയിൽ ആക്കിയിരിക്കുകയാണ്.